കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തിട്ട് നോക്കാം എങ്ങനെയാണ് ടേസ്റ്റ് നമുക്ക്. നല്ലതായിട്ട് സെറ്റായിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനൊക്കെ തന്നെ. കാണുമ്പോൾ തന്നെ കഴിക്കാനായിട്ട് തോന്നുന്ന ഒരു ഫീലാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ ജെലാറ്റിൻ കേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി, ജെല്ലി കേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചേരുവകൾ നമുക്ക് പരിചയപ്പെടാം. 10 തരം ഫ്രൂട്ട്സാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആപ്പിള്, വാട്ടർമെലോൺ, ഷമാം, പൈനാപ്പിൾ, കറുത്ത മുന്തിരി, ബ്ലാക്ക് ഗ്രേപ്സ്, കിവി, ഓറഞ്ച്, ഡേറ്റ്സ് വെള്ളത്തിൽ ഇട്ടിട്ട് തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുത്തതാണ്. പോംഗ്രാനൈറ്റ്സ്, റസിൻസ്, ഗ്രേപ്പ് റസിൻസ്. ഇനി ഇതിലേക്ക് ആവശ്യമായ 1 കപ്പ് പഞ്ചസാരയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് കളറിങ് ഏജന്റ് ആയിട്ടുള്ള റാസ്ബെറി, റെഡ് കളർ, അതിന് ബേസിന് റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള റാസ്ബെറി ജെലാറ്റിൻ പൗഡറാണ് ഇത്. പ്യുവർ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ജെലാറ്റിൻ കളറാണ്, ജെലാറ്റിൻ പൗഡറാണ് ഇത്. 500 ml വെള്ളത്തിന് ക്വാണ്ടിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ജെലാറ്റിൻ പൗഡറാണ്. 500 ml വെള്ളത്തിലാണ് ഇത് കലക്കേണ്ടത്. കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ജെലാറ്റിൻ പൗഡർ നമുക്ക് വെള്ളത്തിൽ കലക്കാം. അതിനെ നമ്മൾ 150 ml തണുത്ത വെള്ളം ഒരു ബൗളിലേക്ക് എടുത്തിട്ട് ജെലാറ്റിൻ പൗഡർ മുന്നേ പരിചയപ്പെടുത്ത ജെലാറ്റിൻ പൗഡർ 1 സാഷെ 150 ml വെള്ളത്തിലേക്ക് കലക്കും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. നമ്മുടെ ജെലാറ്റിൻ തണുത്ത വെള്ളത്തിന് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഷുഗർ സിറപ്പും ബാക്കി വെള്ളത്തിൽ ഷുഗർ സിറപ്പും ജെലാറ്റിൻ പൗഡറും കൂടെ നമുക്ക് മിക്സ് ചെയ്യാം. തിളച്ച പരുവത്തിൽ നിൽക്കുന്ന വെള്ളം ഒരു 350 ml അതിലേക്ക് ഒഴിക്കും. ഇനി ഇതിലേക്ക് ഒരു 200 ഗ്രാം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. പഞ്ചസാര നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിലേക്ക് നമുക്ക് അത് ജെലാറ്റിൻ പൗഡർ കലക്കി വെച്ചിരിക്കുന്ന 150 ml വെള്ളം ഇതിലേക്ക് ഒഴിക്കാം. ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ജെലാറ്റിന്റെ ബേസ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ റൗണ്ട് ഒരു ബൗൾ എടുത്തു. ഇനി അതിലേക്ക് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ജെലാറ്റിൻ ബേസ് താഴത്തെ ഒരു ലെയർ ഒഴിച്ചു പിടിപ്പിക്കണം. ഇനി അതിലേക്ക് നമുക്ക് നമ്മളുടെ ഫ്രൂട്ട്സ് അത് മിക്സ് ചെയ്ത് നന്നായിട്ട് ആഡ് ചെയ്തു. ഫ്രൂട്ട്സ് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കളർഫുള്ള് വശം പുറത്തേക്ക് നിൽക്കുന്ന രീതിയിൽ വേണം ആഡ് ചെയ്യാൻ. തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് കേക്ക് റെഡിയായി വരുമ്പോഴേക്കും കളർ എല്ലാം അകത്തേക്ക് നിൽക്കും.
അതുകൊണ്ട് ഫ്രൂട്ട്സ് പകുതി നിറച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ജെലാറ്റിൻ ബേസ് അവിടെ ആഡ് ചെയ്തു. കേക്കിന് വേണ്ടിയിട്ടുള്ള ബേസ് എല്ലാം ഒഴിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേളിലേക്ക് ഒരു അഡീഷണൽ ബേസ് കൂടെ നമുക്ക് കൊടുക്കണം. അത് ഒരു കളറിലായിരിക്കണം കൊടുക്കേണ്ടത്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ട്രോബെറി കളറാണ് റെഡ് കളർ കിട്ടാൻ വേണ്ടി സ്ട്രോബെറി പൗഡറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ വെള്ളത്തിൽ ജെലാറ്റിൻ കലക്കിയതിൻ്റെ അകത്തേക്ക് തന്നെ അതും ആഡ് ചെയ്ത് കൊടുക്കും. കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാറുള്ളൂ, നമുക്കൊരു കളറിന് വേണ്ടിയിട്ടാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഫ്രൂട്ട്സ് എല്ലാം നിറച്ച് വെച്ചു. ഇനി അതിൻ്റെ മേളിലൊരു ഒരു ഫ്ലാറ്റ് ഒരു ബേസ് റെഡ് ഫ്ലാറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ റെഡ് കളർ ആഡ് ചെയ്ത് ജെലാറ്റിൻ പൗഡർ ഇതിൻ്റെ മേളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു സൈഡിൽ തന്നെ കുത്തി ഒഴിക്കരുത്, താഴത്തേക്ക് ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. സ്പൂണിലേക്ക് 4 സൈഡിലും കൂടെ വട്ടത്തിലെ സൈഡിൽ കൂടെ കറക്റ്റ് വേണം ഒഴിച്ചു കൊടുക്കുക. ഇപ്പം നമ്മുടെ കേക്കിൻ്റെ ഒരു 80% വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതൊന്ന് ഫ്രീസ് ചെയ്തെടുക്കാം. നമ്മുടെ ഗ്ലാസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അത് പാനിലേക്ക് വെക്കാം. നമുക്കിത് കട്ട് ചെയ്തിട്ട് നോക്കാം എങ്ങനെയാണ് ടേസ്റ്റ് ഒക്കെ. നല്ലതായിട്ട് സെറ്റായിട്ടുണ്ട്. ദിവസം കാണാനായിട്ട് കാണുമ്പോൾ തന്നെ കഴിക്കാനായിട്ട് തോന്നുന്ന ഒരു ഫീലാണ്. അപ്പം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്.